ഓക്കെ. സോ ജിം ബിഗിനർ മിസ്റ്റേക്സിലെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഡയറ്റ്. അതായത് നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം, ആൻഡ് നമ്മൾ ആഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കഴിച്ചാലേ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ബേസിക്കലി എങ്ങനെയാണ് നിങ്ങളുടെ മസിൽ ബിൽഡ് ആവുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജിമ്മിൽ ഏകദേശം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്കൗട്ട് ചെയ്ത് മസിൽസിൽ ടെൻഷൻ ഉണ്ടാക്കുന്നു. സോ ഈ ടെൻഷൻ കൊണ്ട് മസിൽസിൽ സ്ട്രെസ് ഡെവലപ്പായിട്ട് ചെറിയ ചെറിയ മൈക്രോ ടിയറുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ മൈക്രോ ടിയറുകൾ റിപ്പയർ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ മസിൽ കൂടുതൽ വലുതും സ്ട്രോങ്ങറും ആവുന്നത്. അപ്പോൾ ഈ ഒരു മസിൽ ഡാമേജ് റിപ്പയർ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് ആഡ്യൂക്കേറ്റ് ആയിട്ട് വേണ്ട ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് റിപ്പയർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മസിൽസ് അത്രയും റിപ്പയർ ആവാതെ, അതായത് അത്രയും സ്ട്രോങ്ങും വലുതും ആവാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പൊതുവേ നമ്മുടെ മലയാളികളുടെ, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കാരുടെ തന്നെ പറയാം, കൂടുതലായിട്ടുള്ള ഡയറ്റിലുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് നമ്മുടെ ചോറ്, ചപ്പാത്തി ഇതുപോലുള്ളവ. നമ്മൾ ഡയറ്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടത് ഇതുപോലെയുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡിലാണ്. സോ നമുക്ക് പ്രോട്ടീൻ അധികമായിട്ട് കിട്ടുന്നില്ല. സോ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തീർച്ചയായും പ്രോട്ടീൻ സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഡയറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതായത് നമുക്ക് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് ഫുഡ് വഴി കിട്ടണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡിക്ക് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് മാറ്റാൻ പറ്റും. ഈ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ വെച്ചാണ് നമ്മുടെ ബോഡി മസിൽസിനെ റിപ്പയർ ചെയ്യുന്നത്. ഈ കൂടുതലും ആനിമൽ മീറ്റ് സോഴ്സസ്, അതുപോലെ എഗ്സ്, പിന്നെ അതുപോലെ മിൽക്ക്, ഇവയൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആയതുകൊണ്ടാണ്. ആസ് കമ്പയർ ടു വെജിറ്റേറിയൻ സോഴ്സസ്, പലതിലും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, അതായത് കംപ്ലീറ്റ് അമിനോ ആസിഡ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് അവയെ അത്രയും നല്ലതല്ല എന്ന് പറയുന്നത്. ഇനി ഏകദേശം ഒരു സാധാരണ വ്യക്തി, അതായത് ഒരു നോർമൽ ആക്ടിവിറ്റി ചെയ്ത് ജീവിച്ചു പോകുന്നൊരു സാധാരണ വ്യക്തിക്ക് തന്നെ ഏകദേശം ഒരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 60 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഡെയിലി വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ആ 60 ഗ്രാം പോലും ഇന്നൊരു സാധാരണക്കാരന്, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് കിട്ടുന്നില്ല. ആൻഡ് നമ്മൾ മസിൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇത് 1.5 ടൈംസ് മുതൽ 2 ടൈംസ് ഇൻറ്റു kg ഓഫ് ബോഡി വെയിറ്റ് വരെ പോകും. അതായത് നമ്മളൊരു 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 90 ഗ്രാം മുതൽ 120 ഗ്രാം വരെ പ്രോട്ടീൻ എന്തായാലും മിനിമം അയാൾ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും നമുക്കറിയാം, പ്രോട്ടീൻ വളരെയധികം എക്സ്പെൻസീവ് ആയ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമുക്ക് അത്രയധികം അവൈലബിൾ അല്ല. ആൻഡ് അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് ഭയങ്കര കുറച്ച് എക്സ്പെൻസീവായിട്ട് വരും. ലൈക്ക് നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാസം 5,000 മുതൽ 15,000 വരെയൊക്കെ ഡയറ്റിന് മാത്രം കോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബോഡി ബിൽഡിങ്ങിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഡാർക്ക് സൈഡാണിത്. ബോഡി ബിൽഡിങ് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കളിയാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഡ്രഗ്സിൻ്റെയും കളിയാണ്. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഹൈ ലെവലിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. എന്നാലൊരു ആവറേജ് ബോഡി ബിൽഡ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്. സോ നിങ്ങൾ മിനിമം ഒരു 5,000 എങ്കിലും ഒരു മാസം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ പ്രോട്ടീൻ ഗോൾസ് കംപ്ലീറ്റ് ആക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പകുതിക്ക് നിർത്തി എങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒബിയസ്ലി നിങ്ങൾക്ക് പകുതി റിസൾട്ടാണല്ലോ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഈ സെയിം ആണ് അപ്ലൈ ആവുന്നത്. നിങ്ങൾ ഡയറ്റ് പൂർണ്ണമായി എടുത്തില്ല, അതായത് പകുതി പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പകുതി റിസൾട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റിയിൽ എപ്പോഴും നിൽക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് പ്രോട്ടീൻ വാങ്ങാൻ പണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറ്റുന്നത്ര പ്രോട്ടീൻ എടുക്കുക. ഒബിയസ്ലി ഫ്യൂച്ചറിൽ നന്നായിട്ട് നമുക്ക് ബോഡി ബിൽഡിംഗ് കൊണ്ടുപോകാനുള്ള ഒരു ഹോപ്പിൽ ജീവിച്ചു പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയറ്റ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിലേറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രെയിനിങ് ഫ്രീക്വൻസിയാണ്. അതായത് നിങ്ങൾ ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു ആഴ്ചയിൽ ഒരു തവണ മാത്രം ട്രെയിൻ ചെയ്യുക. ഒരുപാട് ട്രെയിൻ ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം, നമ്മുടെ മസിൽ ബിൽഡ് ആവുന്നത് അത് ബ്രേക്കായിട്ട് ആൻഡ് അത് റിപ്പയർ ആവപ്പെടുമ്പോഴാണ്. നിങ്ങൾ നല്ല ഡയറ്റ് എടുക്കാതെ കൂടുതൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ മസിലിന് മോശം വരാനേ ചാൻസ് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രെയിനിങ് ഫ്രീക്വൻസി നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുതൽ എല്ലാ വീഡിയോസിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻ ക്രിയാറ്റിനെ കുറിച്ചാണ്. 17 വയസ്സായ ഒരു പയ്യൻ ചോദിച്ചിരിക്കുകയാണ്, ക്രിയാറ്റിൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നത്. തീർച്ചയായും എനിക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഓൾറെഡി ഒരു കിഡ്നി ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും എനിക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. സേഫാണ്. എല്ലാവരുടെ ബോഡി നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ക്രിയാറ്റിൻ. ആൻഡ് ഈ ക്രിയാറ്റിൻ നിൻ്റെ പെർഫോമൻസ് സ്പോർട്സിൽ അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിലൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും.